അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻഷാ അല്ലാഹ് ആയുസോട് ബാക്കിയെന്നെങ്കിൽ നാലത്തെ സെഷൻക്ക് നിങ്ങൾ സാക്ഷിയാവാം. എല്ലാവരും റഹത്തുള്ളവരല്ലേ? റിവൈവ് ക്യാമ്പു ഒരു 6 തിങ്കളിലെ പരിശ്രമമായിട്ടിരിക്കട്. ഈ ഒരു ക്യാമ്പ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കൊണ്ട് കണ്ടെങ്കിൽ, ഈ ഒരു വെണ്ണിയൊരു ഫിക്സ് ആക്കൊണ്ട് കണ്ടെങ്കിൽ, ഈ ഒരു ഡേറ്റ് ഫിക്സ് ആക്കൊണ്ട് കണ്ടെങ്കിൽ, ഈ ഒരു ടൈം ഫിക്സ് ആക്കൊണ്ട് കണ്ടെങ്കിൽ, എൻ്റെ ഞാനിവിടെ മുണ്ടുകൊണ്ട് കണ്ടെങ്കിൽ, എല്ലാ ആക്ടിവിറ്റീസും നടക്കൊണ്ട് കണ്ടെങ്കിൽ, ഇത് SKSM യൂത്ത് വിങ്ങിയുടെ നിരന്തരമായ പരിശ്രമത്തെ ഒരു ഭാഗമായിട്ട് ചൊല്ലുന്നതാണ് ഇഷ്ടപ്പെട്ടത്. കേവല ഒരു പോസ്റ്റർ കൊണ്ടിട്ട, അതല്ലെങ്കിൽ കേവല വാട്സാപ്പിലെ സ്റ്റാറ്റസ് കൊണ്ടിട്ട, ജണ്ടാലെ റീൽസ് കൊണ്ടിട്ട ഒരു പ്രോഗ്രാമുടെ നടപ്പാട്ടക്ക് സാധ്യമല്ല. ഒരു പ്രോഗ്രാം ഒരു വേദിക്കയിൽ ബഹಳ അച്ചുകട്ടായിട്ട് നടക്കണ്ട കണ്ടെങ്കിൽ ಅದರ ಪೆರ್ಗಲು ಕಷ್ಟಪಂಡಂಕತ್ತೆ 100 ಕಣಕ್ಕಲು ಲೀಡರ್ಸ್ ಮಾರಿಕ್ಕಿಡಾರು, ಓಡಿ നടക്കടങ്ങ ഇക്കിടാർ. ഈ ജാഗയിൽ ലൈറ്റ് പറഞ്ഞുകൊണ്ട് കണ്ടെങ്കിൽ, ഇത്തര ക്യാമറ നിൽക്കൊണ്ട് കണ്ടെങ്കിൽ, ഇത്തര കുർസു വെക്കൊണ്ട് കണ്ടെങ്കിൽ, ഉച്ചത്തെ ഫുഡ് എങ്ങനെ ആവണോ, ഏത് രൂപത്തിലാവണോ ചൊല്ലേണ്ട കണ്ടെങ്കിൽ പിൻ ടു പിൻ അത് ആലോചന ആക്കിയിട്ട് അതിരെ പെർഗിൽ ഒരു മൂവ്മെന്റ് ആക്കിയിട്ടായിട്ടിക്കിട് ഒരു കാര്യക്രമത്തെ നടപ്പാട്ടെ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ റിവൈവ് ക്യാമ്പ് ചൊല്ലത് ഒരു കേവല ഒരു നാമധാരി ക്യാമ്പ് മാത്രമായിട്ട്. ബട്ട് SKSM യൂത്ത് വിങ്ങിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പ് ഞങ്ങൾക്ക് ഒരു ചില്ലറ വിഷയമല്ല. ഈ ഒരു ക്യാമ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കുസാലല്ല. ഈ ക്യാമ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഹങ്കാരമായിട്ടിക്കറ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാമ്പുടെ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ഞങ്ങ അള്ളാഹുവും മുട്ടായോണ്ടുള്ള ചൊല്ലങ്കത്തെ ഏറ്റവും വലിയ ഒരു ഭാഗ്യത്തെ ഞങ്ങ എടുത്തോണ്ടുള്ള ചൊല്ലങ്കത്തെ ഒരു അഹങ്കാര SKSM യൂത്ത് വിങ്ങിടെ ಇದಕ್ಕೆ ಬೇನಾയിട്ട് പ്രവർത്തിച്ചങ്കത്തെ നേതാക്കന്മാർ എല്ലാവരും മനസ്സിലുണ്ട്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കൂ. ನಾನು ನನ್ನ ಮ್ಯಾಟ್ರಿಗೆ ಬಂಡೆ, ನನ್ನ ಸಬ್ಜೆಕ್ಟ್ಗೆ ನಾ ಬಂಡೆ ಅಂಟಿ ಮುಂದೊಲ್ಲಿ ನಿಂಗೆ ಎಲ್ಲರಿಗೂ ഒരു സ്റ്റോറി ചൊല്ലേ. ഒരു സ്റ്റോറി കേരളത്തിൽ നടന്നക്കത്തെ ഒരു സംഭവം, ഒരു റിയൽ സ്റ്റോറി ആയിട്ട് ഇക്കട്. +1 പഠിக்கிறങ്കത്തെ, ഫസ്റ്റ് PU പഠിக்கிறങ്കത്തെ ഒരു പെണ്ണ് നിരന്തരമായിട്ട് 2 തിങ്കൾ ബയർനൊമ്പലത്തിൽ പെടുക്കറൽ. ഫസ്റ്റ് PU +1 പഠിக்கிறങ്കത്തെ ഒരു പെണ്ണ് നിരന്തരമായിട്ട് 2 തിങ്കളായിട്ട് ബയർനൊമ്പല ചൊന്നോണ്ടു അവൾ ഔത്തുൽ ചൊന്നോണ്ടുള്ള ഔത്തങ്ങ എല്ലാ ആസ്പത്ರೆಗೆ ആ പെണ്ണിടെ വിളിച്ചു പോയാർ. എല്ലാം കാട്ടിയാർ. ലോക്കൽ ആസ്പത്ರೆಗೆಲ್ಲ വിളിച്ചു പോയിട്ട് മരുന്നെടുത്താറ്. ബട്ട് ഈ പെണ്ണിടെ ബയർനൊമ്പല സുമാറായോണ്ടില്ല. ആ പെണ്ണിಗೆ ഞങ്ങളെ പോലത്തെ മൂത്തങ്ങമാറുള്ളാർ, ഞങ്ങളെ പോലത്തെ എലങ്ങമാരിന്നാർ. ഈ പെണ്ണിടെ നൊമ്പല, ഈ പെണ്ണിടെ ಬೇಜಾರು ಕಾಣೋಗೂ ಸಾಧ್ಯ ಆವಾಂಟ್ ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ടങ്ങ ഒരു മെഡിക്കൽ കോളേജിൽ പോകണ്ട. എന്താ ഇത്ര നാളായിട്ട് സുമറാബത്തെ ബയർനൊമ്പൽ എന്തിനെ ചെന്നിട്ടു ഒരു മെഡിക്കൽ കോളേജിൽ ആ പെണ്ണിനെ വിളിച്ചു പോകണ്ട. മെഡിക്കൽ കോളേജിൽ വിളിച്ചു പോകുമ്പോഴത്തേക്കോ ആ പെണ്ണിടെ ഉമ്മുണ്ട്. ഉമ്മും ആങ്ങലമാർ ഒട്ടിಗೆ മെഡിക്കൽ കോളേജിൽ പോകണ്ട. അബ്ബക്ക് പോകണമെങ്കിൽ സാധ്യമില്ല. അബ്ബ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടേക്കട്. മാത്രമല്ല അബ്ബയുടെ ഒരു കൈയില്ല. ആ ക്യാൻസർ പേഷ്യൻ്റ് ആയങ്കത്തെ ഒരു കൈയില്ലാത്ത ഒരു അബ്ബക്ക് അത്ര ദൂര യാത്ര ആക്കിയിട്ട് മെഡിക്കൽ കോളേജിൽ പോകേണ്ട ചൊല്ലിക്കത് ഒരു പ്രയാസമായ ഒരു വിഷയമായിട്ട്. അങ്ങനെ അബ്ബ പോയില്ലേ. ഡോക്ടറെ ഹോസ്പിറ്റലിൽ എത്തിയറ്, മെഡിക്കൽ കോളേജിൽ എത്തിയറ്, ഡോക്ടർമാരെ കൺസൾട്ടായറ്. ഡോക്ടർ നിരന്തരമായ ഉള്ളങ്കത്തെ ഒരു ബയർനൊമ്പലല്ലേ ഒരു സ്കാനിങ് ആക്കാൻ ചൊല്ലങ്കത്തെ ഒരു വിഷയത്തിന് ഡോക്ടർ റിപ്പോർട്ട് എഴുതി കൊടുക്കണം. സ്കാനിങ് ആക്കി ചെന്നിട്ടു ഒരു ചീട്ട് എഴുതി കൊടുക്കണം. അങ്ങനെ ചീട്ടെടുത്തോണ്ടു മൂത്തോണു സ്കാനിങ്ങിടെ ആ റൂമിടെ മുട്ട കാക്കട, ടോക്കണിಗೆ ಬೇನಾയിട്ട് കാക്കട കാത്തിട്ട് സ്കാനിങ് പണ്ട്
ಸ್ಕ್ಯಾನಿಂಗ್ ಆವಡು ಸ್ಕ್ಯಾನಿಂಗ್ ಆಯ್ಲು ಪಿನ 30 ಮಿನಿಟ್ ಸ್ಕ್ಯಾನಿಂಗ್ ರಿಪೋರ್ಟ್ ಹಾಕು ಸ್ಕ್ಯಾನಿಂಗ್ ರಿಪೋರ್ಟ್ ಬಂತು +1 പഠിக்கிறಂಕತೆ ഫസ്റ്റ് PU പഠിக்கிறಂಕತೆ ഞങ്ങൾക്ക് എങ്ങനെ ഒരു മൂത്തങ്ങമാരുള്ളരാ ഞങ്ങൾക്ക് എങ്ങനെ ഒരു പെങ്ങമാരുള്ളരാ ആ ഒരു സ്ഥാനത്തുള്ളಂಕത്തെ ഒരു പെങ്ങൾ ആ ഒരു സ്ഥാനത്തുള്ളಂಕത്തെ ഒരു മൂത്തോൽ ഉമ്മ ഉണ്ടു എലങ്ങമാരുള്ളർ മൂത്തങ്ങമാരുള്ളർ സ്കാൻ റിപ്പോർട്ട് ബണ്ട് പെണ്ണ് പ്രഗ്നന്റ് ചൊല്ലಂಕത്തെ റിസൾട്ട് ഡോക്ടർ ചൊല്ലൽ മങ്ങിലാവാത്ത പെണ്ണ് എങ്ങനെ പ്രഗ്നന്റ് ആയാലും ചൊന്നിട്ടോ എല്ലാ ത്യാഗാക്കിയിട്ട് എൻ്റെ മോള് നല്ല നിലയ്ക്ക് എത്തണോ ചൊന്നിട്ടോ എല്ലാം സഹിച്ചിട്ട് കോളേജിಗೆ കടത്തിയಂಕത്തെ ഉമ്മ തലതിരിഞ്ഞ് പോളു മങ്ങിലാവಂಟ എൻ്റെ മോള് പ്രഗ്നന്റ് ആയാലാ ചൊല്ലಂಕത്തെ ബേജാറ് ആ ഉമ്മയുടെ മനസ്സിൽ ഉൾക്കൊള്ളുക സാധിച്ചിട്ടില്ല ആങ്ങലമാർക്ക് ഒരു ഷോക്ക് ആ ഷോക്ക് നിങ്ങൾ ആലോചനാക്കറോ ആ ഒരു സ്റ്റേജ് നാളെ നിൽക്കരണ്ട് കണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആ ഒരു രംഗത്തിൽ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഉള്ളേണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ആലോചനാക്കറോ ആ ഒരു ജാഗിൽ നിങ്ങൾ ഇന്നേണ്ട് കണ്ടെങ്കിൽ എങ്ങനെയാവും എങ്ങനെ റായത്തിൽ നിങ്ങൾ മുസുണ്ട് കാട്ടി എങ്ങനെ കുടുംബത്തങ്ങൾ എതിർ പോണ്ടേ എങ്ങനെ എങ്ങനെ ജവാബ് കൊടുക്കൂടങ്കത്തെ ഒരു പരിസ്ഥിതി ഞങ്ങളെ മുന്നിലില്ല ഹൈറാനായിട്ട് നിൽക്കണങ്കത്തെ ഒരു പരിസ്ഥിതി ആ മൂത്തങ്ങമാരെ മുന്നോളുണ്ട് പ്രഗ്നന്റ് ചൊല്ലങ്കത്തെ റിപ്പോർട്ട് ഡോക്ടർ ചൊല്ലലോട് കൂടി ഉമ്മ തലതിരിഞ്ഞു പോന്നു ഉമ്മക്ക് ബോധമില്ല ഉമ്മയുടെ അഡ്മിറ്റ് ആക്കിയാർ അകലമാർക്ക് രണ്ടാമത്തെ ഒരു സ്വര ഉമ്മയുടെ അഡ്മിറ്റ് ആക്കിയാർ ഉമ്മക്ക് ഡ്രിപ്സ് വെച്ചാർ ഉമ്മ ഡ്രിപ്സ് വെച്ചിട്ട് സ്ലോലി റിക്കവറി ആയിട്ട് വരുമ്പോഴത്തേക്കോ ഉമ്മ കേൾക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നേ അവലെങ്ങനെ കർപ്പുഞ്ചായാൽ ഒരു മങ്ങിലാവാത്ത ഒരു പെണ്ണെ പ്രഗ്നന്റ് ചൊല്ലങ്കത്തെ വാ ഒരു ക്വസ്റ്റ്യൻಗೆ ഉത്തര കണ്ടെത്തുകയായിട്ട് നിരന്തരമായ പരിശ്രമ മെഡിക്കൽ കോളേജിലെ റൂൾസ് പ്രകാരം അനൈതിക ബന്ധത്തിൽ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയിട്ട് ഹോസ്പിറ്റലിಗೆ സ്കാനിങ് ಬಂದಿട്ട് കണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിಗೆ നിയർ ബൈ പോലീസ് സ്റ്റേഷനിಗೆ റിപ്പോർട്ട് ആക്കുന്നു ചൊല്ലങ്കത്തെ ഒരു റൂൾസ് ഉണ്ട് ഡോക്ടർമാർ സ്വാഭാവികമായിട്ട് നിയർ ബൈ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ആക്കിയാറ് ഒരു മാപ്പിള ഇല്ലാണ്ട് ഒരു പ്രായപൂർത്തിയാവത്തെ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയിട്ട് ഞങ്ങളെ ഹോസ്പിറ്റലിಗೆ ടെസ്റ്റിಗೆ ಬಂದ್ರಲ್ಲಿ ചൊല്ലങ്കത്തെ റിപ്പോർട്ടു പോലീസുമാർ കൊടുക്കിടാറ് പോലീസുമാർ FIR രജിസ്റ്റർ ആക്കിടാറ് രജിസ്റ്റർ ആക്കിയിട്ട് പോലീസ് തനിക്ക് സ്റ്റാർട്ട് ആവും ഒരു ചില്ലറ വിഷയം ഞാൻ ചൊല്ലല്ല ഇത് നിങ്ങൾക്കൊരു കുസാലായിട്ടിക്കും എത്രമാ സ്റ്റോറി കേൾക്കുന്നതിലൊരു സ്റ്റോറി ആയിട്ടിക്കും ബട്ട് ഒരു കുടുംബത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിലങ്കത്തെ അനേകമായിരം ബാലക്കാരെ സംബന്ധിച്ചിടത്തോളം അതങ്ങളെ ഇസ്സത്തിന് വിഷയമായിട്ടിക്കും ഒരു കുടുംബ ചൊല്ലങ്കത്തെ ഒരു പർപ്പസിൽ നടന്നുകൊണ്ടുള്ളങ്കത്തെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അതങ്ങളെ ഏറ്റവും വലിയ ഭയങ്കരമായ ഒരു വിഷയമായിട്ടിക്കും അങ്ങനെ സംബന്ധിച്ചുള്ളതും അത് ഉൾക്കൊള്ളുകയോ സാധ്യമില്ലാത്തങ്കത്തെ ഒരു വിഷയമായിട്ടിക്കണം അങ്ങനെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ടാവും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ടായിട്ട് പോലീസ് വന്നിട്ട് സ്വാഭാവികമായിട്ട് ആങ്ങലമാരട്ടിക്ക് കേൾക്കില്ല ഉമ്മരട്ടിക്കും കേട്ടില്ല പോലീസ് വന്നറ് ഡയറക്റ്റായിട്ട് പെണ്ണിരട്ടി കേട്ടാർ ചെന്നെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ಬೇಗ തീരണം പോലീസുമാർ പിന്നെ ഓണ്ടിട്ട് പ്രൊസീജിയർ അത് ഇതിൻ്റെ എല്ലാം സൈഡ് ആക്കിടാറ് ഡയറക്റ്റ് അങ്ങ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയപ്പോൾ പെണ്ണിരട്ടിಗೆ കേക്കിടാറ് നിന്റെ പ്രഗ്നൻസിಗೆ ಕಾರಣ ചെന്നിട്ടു ആ പെണ്ണിരട്ടിಗೆ കേട്ടപ്പ ആ പെണ്ണ് 2 നാളായിട്ട് ഉത്തര കൊടുത്തില്ല മൂന്നാമത്തെ നാള് രഹസ്യമായിട്ട് ലേഡി പോലീസ് സ്റ്റേഷനിಗೆ വിളിച്ചിട്ട് മൂന്നാമത്തെ നാള് ക്ലിയർ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആക്കിയാല് ആരായിട്ട് നിന്റെ പ്രഗ്നൻസിಗೆ ಕಾರಣ ചെന്നിട്ടു നീ ചൊല്ലണോ ചെന്നിട്ടോ അത് ഞങ്ങൾക്ക് വലിയ ഒരു പ്രഷർ വന്നുകൊണ്ടു ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ എത്രയും വേഗം തീർക്കൊണ്ടു ചൊല്ലങ്കത്തെ ഒരു വിഷയത്തെ അവളെ മുന്നോട്ട് വെച്ചപ്പ ആ പെണ്ണ് ചൊന്നങ്കത്തെ ഉത്തര നിന്റെ അബ്ബായിട്ട് ചെന്നിട്ടു ക്യാൻസർ പേഷ്യൻ്റ് ആയങ്കത്തെ ഒരു കൈയില്ലാത്തങ്കത്തെ ഒരു അബ്ബയുടെ വിഷയത്തിലായിട്ടിക്കടെ ആ പെണ്ണ് നിന്റെ ബൈത്തുല്ലങ്കത്തെ കിടാവിടെ അബ്ബ ചെന്നിട്ടോ ആ പെണ്ണിടെ അബ്ബയുടെ മേ ആ പെണ്ണ് കാട്ടൽ പോലീസ് ഹൈറാണായാൽ ലേഡി പോലീസ് ഹൈറാണായാൽ പോലീസ് എന്തൊരു ഫാമിലിയൊട്ടിಗೆ ചൊല്ലണ പോലും ആ പോലീസിಗೆ പിന്നെ കിട്ടിയിട്ടില്ല ലാസ്റ്റിಗೆ എങ്ങനെ ആ പ്രൊസീജിയർ തീർಕೊಂಡು ചെന്നിട്ടോ ഫാമിലിയൊട്ടിಗೆ വിഷയ ചൊല്ലറ് അബ്ബടെ അറസ്റ്റ് ആക്കിടാറ് അറസ്റ്റ് ആക്കുമ്പോൾ അബ്ബ ചൊല്ലു നിന്റെ മോലുക നഗൻ്റെ മോലുകോ അങ്ങനെ ആക്കുക നിന്റെ മനസ്സ് വരുവാ ചെന്നിട്ടോ അബ്ബ കേക്കട് ആ സമയത്തിൽ അബ്ബടെ ക്വസ്റ്റ്യനുಗೆ അവിടെ ഒരു പ്രസക്തി ഇല്ല അബ്ബടെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ നിന്റെ മോലെ നാണ് അങ്ങനെ ആക്കുവേ ചൊല്ലങ്കത്തെ ആ ക്വസ്റ്റ്യൻ
ആ ക്വസ്റ്റ്യൻ അവിടെ പ്രസക്തി ഇല്ല. പോലീസുമാർക്ക് ഡ്യൂട്ടി ആക്കേണ്ടി പണ്ട് അവിടെ അബ്ബ ബേജാറിലുണ്ടോ, അബ്ബ ബുൽപ്പിട്ടോ ഉണ്ടോ, ഉമ്മ ബുൽപ്പിട്ടോ ഉണ്ടോ ചൊല്ലങ്കത്തെ ഒരു റീസണും പോലീസുമാരുടെ കണക്കില് അതൊരു അക്സെപ്റ്റബിൾ റീസൺ അല്ല. അറസ്റ്റ് ആക്കിയിട്ട് നിരന്തരമായിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കറ്. അബ്ബടെ ജയിലിലെടുത്ത് പോണ്ടര് 3 തിങ്കളത്തെ കോർട്ട് പ്രൊസീജർ ആവിടു. 3 തിങ്കളത്തെ കോർട്ട് പ്രൊസീജർ ആയിട്ട് 6 തിങ്കളത്തെ ജയിൽ ശിക്ഷ അബ്ബക്ക് ഒരു ഷോർട്ട്ലി ജയിൽ ശിക്ഷ കൊടുക്കൊടു. ജയിൽ ശിക്ഷയായിട്ട് പെണ്ണ് 1 തിങ്കളത്തെ പ്രഗ്നൻസി ആയിട്ട് പരിപൂർണമായ പ്രഗ്നൻസി ആയിട്ട് ആ പെണ്ണ് ഡെലിവറി ആയിട്ട് 2ാമത്തെ തിങ്കൾ കഴിഞ്ഞിട്ട് ആങ്ങലമാറുകെ സബൂറില്ലാണ്ട് ക്ഷമയില്ലാണ്ട് ആ പെണ്ണിരട്ടിയെ വിളിച്ച് കേൾക്കിടല്, നിന്റെ പ്രഗ്നൻസിയുടെ കാരണം ഞങ്ങൾ അബ്ബമ്മ നീ ഹക്കായിട്ടും സത്യമായിട്ടും ഞങ്ങളിട്ടിಗೆ ചൊല്ലണു ചൊന്നിട്ട് കേട്ടപ്പ ആ പെണ്ണ് തല താത്തിട്ട് കണ്ണിൽ തണ്ണി അരച്ചോട്ടോ ആ പെണ്ണ് ചൊന്നേ നാനൊരു ചെറുക്കടെ ലവ്വാക്കിയോണ്ടിന്ന ആ ലവ്വാക്കുമ്പോ നിന്റെ അബ്ബ എതിർത്തര് നിന്റെ ഒരു കൈയില്ലാത്ത നിന്റെ അബ്ബ ക്യാൻസർ പേഷ്യൻ്റ് ആയങ്കത്തെ അബ്ബ നിന്റെ കോളേജിಗೆ പോവാത്ത പോലെ നിന്റെ റൂമിലിട്ട് വെച്ചോണ്ടിന്ತೆ ನಾನು ಪೋಂಡಂಕത്തെ ತೆರಳು നിന്റെ അബ്ബ നിന്റെ നിരീക്ഷിച്ചോണ്ടിന്ತೆ നിന്റെ അബ്ബ നിന്റെ ലവ്വറൊಟ್ಟಿಗೆ ನಾನು ಫೋನ್ಲ ಮುಂಡುമ്പോ നിന്റെ അബ്ബ എതിർത്തോണ്ടിന്ತೆ നിന്റെ അബ്ബ നിന്റെ ലവ് അഫെയർಗೆ ഒരു വില്ലനായിട്ട് പ്രവർത്തിച്ചോണ്ടിന്ತೆ ചൊന്നോണ്ട് ചൊല്ലലെ നന്റെ ഈ പ്രഗ്നൻസിಗೆ ಕಾರಣ നന്റെ ലവ്വറായിട്ടിക്കറ ಅವನು ಚೊನ್ನು ತಂದದಾയിട്ടിക്കರೆ നീ ഇങ്ങനെ ഒരു പ്രഗ്നൻസി റിപ്പോർട്ട് ഔത്തങ്ക ಗೊತ್ತಾಯಂಗೆ നിന്റെ അബ്ബടെ മേലെ നീ അപവാദ ഇടണു ചൊല്ലങ്കത്തെ ഒരു ഐഡിയ നിന്റെ കാമുകനക്ക് ചൊന്നു തന്നെ ഐഡിയ ആയിട്ടിക്കರೆ ആ ഐഡിയത്തെ ആയിട്ടിക്കണ ഞാൻ ഇംപ്ലിമെന്റ് ആക്കിയ അവിടെ അബ്ബക്ക് 10 വർഷം ജയിൽ ശിക്ഷ ആയിട്ട് ഇതൊരു ನಾನು ഉണ്ടാക്കിയങ്കത്തെ സ്റ്റോറിയല്ല. ഇത് കേരളത്തിലെ പഠിപ്പുള്ളങ്കത്തെ പഠിപ്പിസ്റ്റുമാരെ റായ ചൊല്ലങ്കത്തെ വിളിക്കപ്പെട്ടങ്കത്തെ കേരളത്തിൽ നടന്നങ്കത്തെ റിയൽ സ്റ്റോറി ആയിട്ടിക്കറെ ആ അബ്ബ എന്തിക ആ ചെറുക്കടെ എതിർത്ര ചൊന്നിട്ട് കണ്ടെങ്കിൽ ആ ചെറുക്ക ഒരു MDMA ഉപയോഗിക്കടങ്കത്തെ ഒരു ചെറുക്കായിട്ടിന്ന ആ ചെറുക്ക ആ റായത്തില് പ്രയോജന ഇല്ലാണ്ട് കേവല പെണ്ണിങ്ങളെ കാത്തു തെച്ചോണ്ടോ അങ്ങനെ ട്രാപ്പിൽ വെക്കണങ്കത്തെ ഒരു സ്വറാക്കിയോണ്ടിന്നങ്കത്തെ ചെറുക്കായിട്ടിന്ന ആ അബ്ബಗ ആ ചെറുക്കടെ വിഷയത്തില് നല്ല നമ്മുട്ടില് ഗൊಂತಿಂತೆ ആ പെണ്ണിಗೆ ഗൊಂತಿಲ್ಲ ಅಂತೆ നന്റെ മോലോ ആ ചെറുക്കടെ ട്രാപ്പിൽ പെട്ടലെ അതുകൊണ്ടോ ആ മോലോ അവന്റെ ട്രാപ്പിൽ പെട്ടിട്ട് നിങ്ങൾ നന്റെ മോലെ സംരക്ഷിക്കേണ്ടത് നന്റെ ബാധ്യത ആയിട്ടിക്കടെ ചൊല്ലങ്കത്തെ ഒരു ഉത്തരവാദിത്ത ബോധത്തിലായിട്ടിക്കറെ ആ അബ്ബ ആ മോലുಗೆ എല്ലാ വിധത്തിലുള്ള സംരക്ഷണം കൊടുത്തെ. പക്ഷേ ആ മോലിനെ സംബന്ധിച്ചിടത്തോളം ആ സംരക്ഷണ അവൾക്കൊരു വലിയൊരു ശിക്ഷയായിട്ട് കണ്ടേ, അവൾക്കൊരു അവളുടെ എൻജോയ്മെന്റ് അവളുടെ ഫ്രീഡം നഷ്ടപ്പെടുത്തിയതായിട്ട് കണ്ടേ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കൂ, ഇതൊരു സ്റ്റോറി അല്ല, ഇതൊരു റിയൽ ലൈഫ് ആയിട്ടിക്കട്. ഇതൊരു MDMA ഉപയോഗിച്ചങ്കത്തെ ഒരു ചെറുക്കടെ ഒരു സ്റ്റോറി ആയെങ്കിൽ കേരളത്തിൽ പോകണില്ല. റീസെൻ്റ്ലി ശ്രീനിവാസ് കോളേജിലെ ഒരു പെണ്ണ് സൂസൈഡ് ആക്കിയാൽ നിങ്ങൾക്ക് ഗൊന്തിക്കും. കോഴിക്കോടിൽ പോയിട്ടായിട്ടിക്കടെ ശ്രീനിവാസ് മെഡിക്കൽ കോളേജിലെ ഒരു പെണ്ണ് സൂസൈഡ് അറ്റംപ്റ്റ് ആക്കിയാൽ എന്തിനാ റീസൺ തേടിയോണ്ട് കുറേ ആൾമാർ പോയാർ. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പോയിട്ട് ലവ് അഫെയർ ലവ് ആക്കിയ ചെറുക്കಗೆ പിന്നൊരു ലവ് ಅದು ಓಲ್ಗೆ ಸೈಕೋಗಾಯಿಟ್ಲೆ ಓಲ್ಗೆ ತಾಂಗೋಗಾಯಿಲ್ಲ. ನಾನು ಲವ್ ಆಕಡೆ ಚೆರ್ಕ ಏನಿರ್ತಾರೆ ಲವ್ ಆಕಡೆ ಚೊಲ್ಲಂಕತ್ತೆ ಆ ಒಂದು ಬೇಜಾರು ಉಳ್ಕೊಳ್ಳಗಾವಾತದ ಕೊಂಡುಟ್ಟು ಓಲ್ പോയി സൂസൈഡ് ആക്കിയാൽ ആ അബ്ബ ആ ഉമ്മ കഷ്ടപ്പെട്ടിട്ട് ഒരു മെഡിക്കൽ സീറ്റ് കിട്ടുകോ ക്രോറ് കണക്കിൽ പൈസ ഖർച്ചാക്കണോ, വെറുതെ ഒരു മെഡിക്കൽ സീറ്റ് കിട്ടില്ല. ഇത്തരെല്ലാം ഖർച്ചാക്കിയിട്ട് നിസ്സാരമായ അങ്കത്തെ ഒരല്പ സമയത്തെ താല്പര്യത്തിന് വേനായിട്ട് ഒരു സെക്കൻഡ് താല്പര്യത്തിന് വേനായിട്ട് ദൈഹിക ഇച്ഛക വേനായിട്ട് ലൈഫ് ലോങ് അല്ല പാരത്രിക ജീവിതത്തെ നഷ്ടപ്പെടുത്തിയോണ്ടുള്ളങ്കത്തെ ഒരു ഭയാനകമായ തെരുതപ്പേരുണ്ടുള്ളങ്കത്തെ ഒരു യൗവനായിട്ടിക്കറെ സമൂഹത്തിലും സമുദായത്തിലും ഇന്ന് ബന്ധമുണ്ടുള്ള ചെറുപ്പക്കാരെ എത്ര സ്റ്റോറി ഉണ്ടോ നിങ്ങൾക്ക് ഗൊന്തുള്ള സ്റ്റോറി ഒരുപാടുണ്ടോ. നക്കല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുണ്ടോ. സൂസൈഡ് അറ്റംപ്റ്റ് ഇന്നൊരു സ്വാഭാവികമായിട്ടുണ്ട്. നിസ്സാരമായ MDMA പേരിൽ, ഡ്രഗ്സിന്റെ പേരിൽ, ലവ് അഫെയറിന്റെ പേരിൽ, ഫ്രീ ഫയറിന്റെ പേരിൽ, പിന്നെ പബ്ജിയുടെ പേരിൽ, അതുപോലെ ഇങ്ങനെ നിസ്സാരമായ പേരിൽ ഒരുപാട് സൂസൈഡ് അറ്റംപ്റ്റ്സ്. ആര് മുസ്ലിം നാമമുള്ള നിങ്ങളെ ബാലക്കാർ ഇങ്ങനത്തെ അറ്റംപ്റ്റ് കാരണമായിട്ടുള്ളവർ എന്തേ വിഷയ ലൈഫ് ഒരു ഡെസ്റ്റിനി ഇല്ല. അങ്ങ ಬ್ಯಾರಿಸಿದ್ರೆ ಗೊತ್ತುಂಡ ನಂಗೆಲ್ಲ ಬ್ಯಾರಿಸಿದ್ರೆ ಗೊತ್ತುಂಡ ನಂಗಲ ಲೈಫ್ ಚೊಲ್ಲದೆ ಸುಬೈ ಗೆಂಚ ಚಂದ ಕುಲ್ಚ ತಲೆಮುಡಿ ಬಾರಿಯ ಅದ ഒരു ബാഗ് ഔത്തുള്ളൂ അതിൽ ബുക്കില്ല കുഞ്ചികിട്ട ടൈം ആയിട്ട് ബസ്സിലെ പൈസ എടുത്തുണ്ട
പോയ ക്യാമ്പസിൽ പോയ അവിടെ ചങ്ങൈമാരെല്ലാം ഉള്ളവര് ചന്ത ജോലിയാക്കിയ എൻജോയ്മെന്റ് ആക്കിയ ഫ്രീ ഫയർ കളിച്ച അവിടെ ഗുരുത്തയില്ലാക്കത്തെ പുതിയതായിട്ട് ക്യാമ്പസ് കണ്ട പെൺമക്കളെ സ്നാപ്ചാറ്റ് ID കളക്ട് ആക്കിയ, ഇൻസ്റ്റാഗ്രാം ID കളക്ട് ആക്കിയ, റിക്വസ്റ്റ് കൊടുത്ത, അക്സെപ്റ്റ് ആയിട്ട് പിന്നെ തുടങ്ങിയ എന്തിന് തുടങ്ങി? നല്ല കാര്യമാ തുടങ്ങി അല്ല, അവൻ്റെതായ ഒരുപാട് ഫീലിങ്സ് ഷെയർ ആക്കിയ. ഓൻ്റെ ഉമ്മരൊട്ടിക ഓൺ ഒരു ഫീലിംഗ് ഷെയർ ആക്കിയിട്ടില്ല, ഓൻ്റെ അബ്ബരൊട്ടിക ഓണക്ക് ഒരു ഫീലിംഗും ഷെയർ ആക്കുക ഓണക്ക് ടൈം കിട്ടിയിട്ടില്ല. ഓൺ ഷെയർ ആക്കി ആരാ ഒരു നേരത്തേക്ക് കിട്ടിയങ്കത്തെ ഒരു പെണ്ണിരൊട്ടിക ആണ്ടൊട്ടിക ഫീലിങ്സ് ഷെയർ ആക്കിയ, ലാസ്റ്റിക്ക് ഫീലിംഗ് ഷെയർ ആക്കി അവളും ഷെയർ ആക്കി ലാസ്റ്റിക്ക് എന്താ ഒരു വിഷയത്തിൽ ഗലട്ടായിട്ട് പോയ സുസൈഡ് ആക്കിയ. ഇത് ഞങ്ങളെ ബാലക്കാരിൽ ഇടയിൽ നടന്നുകൊണ്ടുള്ള സംഭവമായിട്ടേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നിങ്ങളെല്ലാവരുടെ മനസ്സിൽ നിങ്ങൾ ആലോചനാക്കും. ഞാൻ ഇതെല്ലാം ചൊന്ന ഒരു സ്റ്റോറി ആയിട്ടേക്ക്, ഇതെല്ലാം ഞങ്ങളെ സമൂഹത്തിൽ നടന്നുകൊണ്ടുള്ള സ്റ്റോറിയുടെ വിഷയമായിട്ടേക്ക് ഞാൻ ചൊന്നേ. നിങ്ങൾ ഇവിടെ ആലോചനാക്കുകയല്ലേ, നിങ്ങളെല്ലാവരുടെ ലൈഫിലും ഒരുപാട് നിങ്ങൾ ചിന്തിക്കാത്തങ്ങത്തെ തെറ്റ് ഞങ്ങളെ ലൈഫിൽ വന്നിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ആക്കിര, ഇന്നും ആക്കിര, ഈ സെക്കൻഡിലും നിങ്ങൾ ആക്കിര. നിങ്ങൾക്ക് ഗൊന്തില്ല ಅಂತಲ್ಲ, നിങ്ങൾക്ക് ഗൊന്തിന്നിട്ട് നിങ്ങൾ ആക്കിക്കൊണ്ടുള്ള തಪ್ಪು നിങ്ങളെ ಬೆರಳಿಡೆ ಕೊಡಿಲುಂಡು, ಎಲ್ಲಾರೊಟ್ಟಿಗೆ ಮುಂಡು, ಎಲ್ಲಾರ್ಗೂ ഗൊന്തുണ്ടോ. അത് കെട്ടല, അത് പോട്ടല, അതൊരു ജോലിയല്ലേ, അത് എൻജോയ് അല്ലേ. ആയെങ്ക നിങ്ങൾ വിചാരിച്ചോണ്ടുള്ളവര് നിങ്ങളെ ഭയങ്കരമായ ചാലുതനത്തിൽ നിങ്ങൾ പിടിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഭാര്യ റയിച്ചോണ്ടുള്ളവര്, ഭാര്യ മേൽ പോയോണ്ടുള്ളവർ ചെന്നിട്ട് നിങ്ങൾ വിചാരിച്ചോണ്ടുള്ളവരാ അല്ല. നിങ്ങളെ റബ്ബ് നിങ്ങൾക്കൊരു ചാൻസ് തന്നരേ, നിങ്ങളെ റബ്ബ് നിങ്ങളെ സീക്രട്ടറെ മുച്ചു വെച്ചോണ്ടുള്ള നിങ്ങൾക്കൊരു ചാൻസ് തന്നോണ്ടുള്ള ഇല്ല. അവന് സരിയാവ അവൻ്റെ രഹസ്യത്തെ നാ പരസ്യാക്കില്ല, അവനക്കൊരു ചാൻസ് ഞാൻ കൊടുക്കട. നല്ലെങ്കിൽ നല്ല ഒട്ടു ചൊല്ലങ്കത്തെ ചാൻസ് റബ്ബ് തന്നോണ്ടുള്ള നിങ്ങൾ വിചാരിച്ചേ നിങ്ങൾ ഫോണിലും ഉണ്ടത് പാതിരാജാവുകോ ഇൻസ്റ്റാഗ്രാമിലും സ്നാപ്ചാറ്റിലും നിങ്ങൾ മെസ്സേജ് ആക്കരുത്. ഔത്തങ്ങ നിങ്ങളെ ചാലുതനത്തെ കൊണ്ട് നിങ്ങൾ പിടിക്കപ്പെട്ടില്ലാണ്ട് കൊണ്ട് വിചാരിച്ചിട്ടാ, നിങ്ങളെ മൊബൈലിൻ്റെ പാസ്വേഡ് സ്ട്രോങ് ഇന്നത് കൊണ്ട് പിടിക്കപ്പെട്ടിട്ടില്ല ചെന്നിട്ടാ നിങ്ങൾ വിചാരിച്ചേ. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിട്ടില്ലേ നക്ക് അതിൽ എങ്ങനെ മെയിൻറ്റെയിൻ ആക്കണം, എങ്ങനെ അതിൽ ബ്ലോക്ക് ആക്കണം, എങ്ങനെ അതിൽ ഹൈഡ് ആക്കണം, എങ്ങനെ അതിൽ റിമൂവ് ലിസ്റ്റിൽ വെക്കണം, എങ്ങനെ ഹൈഡ് ലിസ്റ്റിൽ വെക്കണം ചെന്നിട്ട് നക്ക് ഗൊന്തിനെ കൊണ്ടിട്ട് നാ പിടിക്കപ്പെട്ടിട്ടില്ല ചെന്നിട്ട് നിങ്ങൾ വിചാരിച്ചോണ്ടുള്ളരാ ഇല്ല. അള്ളാഹു ചൊല്ലുടെ എല്ലാം നാണ് അവൻ്റെ അൽക്കടെ ആ ഭാഗത്തെ എത്ര മുട്ട അവൻ്റെ അൽക്കടെ ഭാഗ അവൻ്റെ തൊണ്ട അവൻ്റെ അൽക്കലുണ്ട അത്ര മുട്ട നാൻ അവൻ്റെ നിരീക്ഷിച്ചോണ്ടില്ല. അവൻ്റെ ഓരോ സെക്കൻഡും അവൻ്റെ ഓരോ സ്റ്റെപ്പും ഇതിൻ്റെ ഈ ക്യാമ്പുക്ക് വന്നിട്ട് നിങ്ങൾ ആക്കിക്കൊണ്ടില്ലങ്കത്തെ ഈ വോളണ്ടിയർമാർക്ക് കാണാണ്ട് നിങ്ങൾ ആക്കിക്കൊണ്ടില്ലങ്കത്തെ ഓരോ പ്രവൃത്തിയും വോളണ്ടിയർമാർ കണ്ടിട്ടില്ലെങ്കും നിങ്ങളെ സൃഷ്ടിച്ചങ്കത്തെ നിങ്ങൾക്ക് തന്നി തന്നോണ്ടില്ലേ, നിങ്ങൾക്ക് കാത്തു തന്നോണ്ടില്ലേ, ശ്വസിക്കുക വായു തന്നോണ്ടില്ലേ, നിങ്ങൾക്ക് സൗകര്യം തന്നെ ചിരിക്കുമ്പോ ചിരി ചന്തത്തിൽ കണ്ടോ ഉണ്ടോ, നിങ്ങൾക്ക് ആഗ്രഹിക്കുമ്പോ തുപ്പുനീര് ഭാര്യ ചന്തത്തിൽ തൊണ്ടയ്ക്ക് പോയോണ്ടുണ്ടോ, നിങ്ങൾക്ക് കൈയിടുമ്പോ മുടി ചന്തത്തിൽ കിട്ടിയോണ്ടുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് തന്നങ്കത്തെ റബ്ബ് നിങ്ങളെ നോക്കിയോണ്ടുള്ള ആ റബ്ബുഗോ നിങ്ങൾ ആരട്ടിಗೆ ಮೆಸೇಜ್ ಹಾಕಿಡರ, നിങ്ങൾ ആരട്ടിಗೆ ചാಟ್ ಹಾಕಿಡರ, നിങ്ങൾ ആരട്ടിಗೆ സൊല്ലിയോണ്ടുള്ളര, നിങ്ങൾ ആരട്ടിಗೆ ഫീലിംഗ്സ് ഷെയർ ആക്കിയോണ്ടുള്ളര, എല്ലാം നിങ്ങളെ റബ്ബുക്ക് ഗൊന്തുണ്ടോ. ആ റബ്ബ് നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നോണ്ടുള്ള, ആ റബ്ബ് നിങ്ങൾക്ക് ഒരു അവസരം തന്നോണ്ടുള്ള. എന്തിക്ക് നന്റെ അടിമ അത് ബുട്ടു പറഞ്ഞുകോ അതിനെ ഇല്ലാണ്ടാക്കിയിട്ട് ഒരു റിയൽ ലൈഫ് എന്തിരെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഞാൻ ജിന്നവർഗത്തെയും മനുഷ്യവർഗത്തെയും നാ സൃഷ്ടിച്ചിട്ടില്ല നന്റെ ആരാധിക്കുക ായിട്ടല്ലാണ്ട് ചെന്നിട്ടോ. അള്ളാഹു ചൊന്നങ്കത്തെ ഞങ്ങൾക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ടോ, അതായിട്ട് റബ്ബിനെ ആരാധിക്കണേ. അധിക പേനായിട്ട് അള്ളാഹു ഞങ്ങളെ കടത്തിര അത് വീണ്ടും വീണ്ടും ചെയ്യുകോ. ആ ആരാധനയുടെ റൂട്ടിൽ നിങ്ങൾക്ക് തിരിച്ചു പോണുക പേനായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് ചാൻസ് തന്നോണ്ടുള്ള. ചാൻസ് തട്ടിക്കളയണ്ട, ചാൻസ് തട്ടിക്കളഞ്ഞങ്കത്തെ ആയിരക്കണക്കിന് സഹോദരന്മാർ, ആയിരക്കണക്കിന് ബാലക്കാർ, ആറടി മണ്ടിലുള്ളവര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബൈക്കില് അതാ യുവത്വത്തെ ഐഡന്റിറ്റി ആയിട്ട് ചെന്നിട്ടോ ബൈക്കിൽ പാറി പോയോണ്ടുള്ളങ്കത്തെ എത്രമാ ഞങ്ങളെ ഗുരുത്തത്തുള്ള ഞങ്ങളെ ചങ്ങായിമാർ, ഞങ്ങളെ കൂടെ പറപ്പുങ്ങ ഞങ്ങളെ സഹോദരന്മാർ ഇന്റെ ആറടി മണ്ണിലുള്ളവരെ എന്തൊക്കെ ഇന്നലെ കുഞ്ചിക കൈയിട്ടവണോ ഇന്റെ ആറടി മണ്ണിലുള്ള, ഇന്നലെ മുണ്ടിയവണോ ഇന്റെ ആറടി മണ്ണിലുള്ള, നാളെ ഞങ്ങൾക്കും മതിക്കും സാക്ഷിയായിട്ട് പള്ളിക്കാട്ടിലെ ആറടി മണ്ണ് ചൊല്ലത് ഏതൊരു പേരുകും ഏതൊരു ഏജിക നിമിത്തമാക്കി വെച്ചങ്കത്തെ ഓരോ ഖബർസ്ഥാനല്ല, മരിച്ചിട്ട് ഈ ദുനിയാവുക പഠിച്ചതായ ഒരു മനുഷ്യക്ക് ഒരു ഡെഡ് ലൈൻ അല്ലാഹു വെച്ചതാ.
ആ ഡെഡ് ലൈൻ ഈ ക്യാമ്പുടെ ഈ സമയത്തിലായിട്ടിക്കോ, ഈ സെക്കൻഡിലായിട്ടിക്കോ, ഈ നിമിഷത്തിലായിട്ടിക്കോ ബിൽച്ചെങ്ക് നാ ബണ്ടില്ല, എന്റെ ചങ്ങായിമാർ വന്നിട്ടില്ല, എന്റെ ചങ്ങായി ബണ്ടില്ല, അതുകൊണ്ട് നാനും ബണ്ടില്ല ചെന്നിട്ടോ നിങ്ങൾ എല്ലാരും വിചാരിച്ചു തെക്കണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ആ തെറ്റിദ്ധാരണ നിങ്ങൾ പുറത്തു പറഞ്ഞു. നിങ്ങൾ എല്ലാരും റെഡിയാവണോ എന്തൊക്കെ പേനായിട്ട് നാളെ മരണാചൊല്ലങ്കത്തെ സത്യ നിങ്ങളെ മുന്നിലുണ്ടോ. ആ മരണത്തിക്ക് നിന്റെ വയസ്സൊരിക്കലും ഒരു തടസ്സാവില്ല, നിന്റെ എക്സാം തടസ്സാവില്ല. ക്യാമ്പുക ഒരു പക്ഷേ നിങ്ങൾ എക്സാം തടസ്സായിട്ടിക്കോ, ക്യാമ്പുക ഒരു പക്ഷേ നിങ്ങളെ മങ്ങിലെ തടസ്സായിട്ടിക്കോ, മങ്ങിലത്തെ പേര് ചൊന്നിട്ടോ വെറുതെകുമിണ്ട് ഈ ക്യാമ്പുടെ പാതിൽ നേരത്ത് വിട്ടുപോയെങ്കത്തെ നൂറുകണക്കിന് സഹോദര അന്ന് 10 കണക്കിന് സഹോദരന്മാരുള്ളരെ അങ്ങ് വിചാരിച്ചിട്ടിക്കോരെ അങ്ങ് ഞങ്ങളിട്ടിക്ക സത്യ ചൊന്നിടോ, അങ്ങ് ഞങ്ങളെ നമ്പാട്ടിട്ട് പോയിട്ട് ചൊന്നിട്ട് അങ്ങ് വിചാരിച്ചിരിക്കോരെ ഇല്ല. ഞങ്ങളാട്ടി മുന്തലോ അങ്ങനെ ഉദ്ദേശത്തെ അറിഞ്ഞ റബ്ബുല്ല, ആ റബ്ബുടെ അറിയണു ചൊന്നിട്ടോ നിങ്ങളിട്ടൊക്കെ കേട്ടോണ്ടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആരുടെ മണ്ണ് ഞങ്ങളെ കാത്തോണ്ടുണ്ടോ, ഏത് നിമിഷാണ്ടില്ല, ഏത് സെക്കൻഡ് ഉണ്ടില്ല, ഏത് ജാഗാണ്ടില്ല. ആ ജാഗ ഇണ്ട് സുബൈക്ക് ഈ ഒരു ക്യാമ്പുക്ക് പറയുമ്പോഴത്തേക്കോ നിങ്ങൾ ഇട്ട് വന്നങ്കത്തെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് മാത്തുകോ നിങ്ങൾക്ക് സാധ്യം ഉണ്ടാച്ചൊന്ന് കേട്ടെങ്കിൽ ഇല്ല, ഒരിക്കലും ഷുവർ അല്ല. ഏത് സമയത്തില് ആരത് മാത്തുവാ ചൊന്നിട്ട് നിങ്ങൾക്ക് ആർക്കും ഗൊന്തില്ല. ഇത്രയുള്ള ലൈഫ് ഇതായിട്ട് ഞങ്ങളെ ലൈഫ് കേവല സെക്കൻഡ് മാത്രം. ഈ സെക്കൻഡ് ഒരു ഓക്സിജൻ എടുക്കുകയോ എൻ്റെ മൂക്കിൽ ഒരു പക്ഷേ ഞാൻ ഓക്സിജൻ എടുക്കുന്നത് തിൽ ജാസ്തി ആയിട്ട് ബ്ലോക്ക് ആയി പോയെങ്കിൽ ഡെഡ് ഇല്ല. ഒരു തണ്ണി കുടിക്കുമ്പോഴത്തേക്ക് ചിരി വന്നിട്ട് മൂക്കുടെ മേലുക്ക് തണ്ണി പത്തിയുണ്ട് കണ്ടെങ്കിൽ ഡെഡ്. ഇത്രേ ഞങ്ങൾ അഹങ്കരിച്ചോണ്ടുള്ളേ, ഞങ്ങൾ വലിയ ഗത്തിൽ നടന്നുകൊണ്ടുള്ളങ്കത്തെ ഞങ്ങൾ ഈ ബോഡി ഈ ശരീരത്തെ സൈലന്റ് ആക്കുകയോ. മിസൈൽ വേണ്ട, ബോംബ് നിങ്ങൾ വിചാരിച്ചത് പലസ്തീനിൽ ബോംബ് വന്നോണ്ട് ആണ്ടമ്മനെ ബോംബ് ഇട്ടോണ്ടുള്ളവർ അതിലും കുറേ ആൾ ജയിച്ചോണ്ടുള്ളവർ എങ്ങനെ ജയിച്ചോണ്ടുള്ളേ. പലസ്തീൻ്റെ മക്ക മിസൈലുകൾ നെഞ്ചി കൊടുത്തോണ്ടു അള്ളാഹുടെ വഹദാനിയത്തെ ഏറ്റെടുത്തോണ്ടുള്ളവർ. ഞങ്ങൾക്ക് മിസൈലുകൊന്നും നെഞ്ചി കൊടുക്കണ്ട, ബോംബുകൊന്നും നെഞ്ചി കൊടുക്കണ്ട, വെടിക്ക് നെഞ്ചി കൊടുക്കണ്ട. ഞങ്ങളെ സ്വഭാവത്തെ നന്നാക്കിയ മെയ് ഞാനൊരു മുത്തക്കിയായി ജീവിക്കൊന്നു ചൊല്ലങ്കത്തെ ഒരു സ്വഭാവ ഞങ്ങൾ ഏറ്റെടുത്തെങ്കിൽ മെയ്. ഇവിടെ വേറെന്തും ഞങ്ങൾക്കില്ല. ഇന്ത്യ രാജ്യത്തിൽ ജീവിച്ചുകൊണ്ടുള്ളങ്കത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ ഒരു ദൗത്യ എന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ലൈഫ് നല്ലാക്കാം. ഒരു ലൈഫ് ചേഞ്ച് മൂമെൻറ്റ് എപ്പോഴും ഒരേപോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈഫ് ചേഞ്ച് ആ ടേസ്റ്റ് ഇല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്നലെ നിങ്ങൾ യന്ത്രമാക്കിടർ, നിങ്ങളുടെ ലൈഫിൽ ഇന്നലെ നിങ്ങൾ യന്ത്രമാക്കിടർ, നിങ്ങൾ ആരുക മെസ്സേജ് ആക്കിടർ, നിങ്ങൾ ആരട്ടികമാ അനൈതിക സംബന്ധം വെച്ചോണ്ടർ, നിങ്ങൾ ആരട്ടിക എന്തെങ്കിലും ആക്കിയോണ്ടിന്നാർ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ലവ് അഫെയർ ഇരിക്കും, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, സ്റ്റിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. ಅದರ ರಿಟರ್ನ್ ಬಣ್ಣಕ್ಕಂತ ಒಂದು ಚಾನ್ಸ್ ನಿಂಗಲೆ ಮುನ್ನೋಲುಂಡು ಅಕ್ಸೆಪ್ಟ್ ಹಾಕೋ ಬೆರ್ದೆಗೆ ಬುಡಂಡ ಅಲ್ಲಾಹು ತನ್ನಂಕത്തെ ಚಾನ್ಸ್ ನೆಅಮತ್ ಅದು ಸ್ವೀകരിಕೊರು ಪ್ರಿಯപ്പെട്ട ಸಹೋದರങ്ങളെ മരണാചൊല്ലങ്കത്തെ ആ സത്യ ഞങ്ങളെ മുന്നോട്ട് വന്നിട്ടാകുമ്പോഴത്തേക്കോ ഞങ്ങൾക്ക് വേറെന്തോ ആക്കുക സാധ്യയില്ല. ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിടെ മെസ്സേജ് ഡിലീറ്റ് ആക്കുക പോലും ഞങ്ങൾക്ക് നേരെ കിട്ടല. ഞങ്ങളെ സ്നാപ്പ് പോലും എടുക്കുക ഞങ്ങൾക്ക് ടൈം കിട്ടല. മരണം ഞങ്ങളെ കാലടിക്ക് വന്നു കഴിഞ്ഞെങ്കിൽ കാലടിക്ക് എത്തി കഴിഞ്ഞിട്ട് കണ്ടെങ്കിൽ അത് പിന്നെ ആരമാ കയ്യിൽ ഇങ്ങനത്തെ എല്ലാം ആക്കിക്കൊണ്ടിരുന്ന ചൊല്ലങ്കത്തെ ഒരു വിഷയ ഒരു ചർച്ച പിന്നെ റായത്തിലല്ലാവും. അതുകൊണ്ടിട്ടു ಅದಕ್ಕೆಲ್ಲ ನಿಕ್ಕಂಡ ಜೀವನ ಸುಳ್ಳದೆ ಅಲ್ಲಾಹು ತಂದಂಕತೆ ಭಾಗ್ಯಾಯಿಟ್ಟಿಕ್ಕಡೆ ಇಂದು ನಂಗ ಇವರು ಕ್ಯಾಂಪಿಗೆ ಬಂದಿಟ್ಟೆ ಆರಾಮಮಾയിട്ട് ದೆಚ್ಚಿರ ಚಾಯಗೂ ನಂಗಲೆ ಮುದು ಬೆಂಡಾಯಿ ಉಂಟುಂಡು, ಬಗ್ಗೋಗು ನಂಗಲೆ ಮುದು ಬೆಂಡಾಯಿ ಉಂಟುಂಡು, ನಡಕೋಗು ನಂಗಲೆ ಕಾಲು ಚಲಿಚ ಉಂಟುಂಡು, ಕುಡಿಕೋಗು ನಂಗಲೆ ಕೈ ಚಲಿಚ ಉಂಟುಂಡು, ಎಲ್ಲ ಕೇಕೋಗು ನಂಗಲೆ ಕಾದು ಗ್ರಹಿച്ച ಉಂಟುಂಡು, ಎಲ್ಲ ನೋಕೋಗು ನಂಗಲೆ ಕಣ್ಣು ಶಕ್ತಿಯಾയിട്ടുണ്ടോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുതു ബെണ്ടാവ అంటే കാലുക്ക് നേരെ നടക്കുക സാധ്യയില്ല అంటే എത്രമാ ഞങ്ങളെ സഹോദരന്മാർ 12 13 പൂണാറും പൂണിട്ടും ഇരിയോ വയസ്സുല്ലങ്കത്തെ എത്രമാ സഹോദരന്മാർ ഹോസ്പിറ്റലിലെ എമർജൻസി വാർഡിൽ ഇന്നും പ്രയാസം അനുഭവിച്ചുകൊണ്ടുള്ളവർ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയത്തിൽ ഡെയിലി ബണ്ട് കളക്ഷൻ്റെ പേരും ചൊന്നുണ്ടോ എത്രമാ വീഡിയോസിങ്ങ കരളില്ലാണ്ട് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് മുണ്ടക്ക് സാധ്യയില്ലാണ്ട് അതുപോലെ ട്യൂമർ രോഗത്തിലും അതുപോലെ ഡയാലിസിസിലും ഞങ്ങൾ റായത്തേക്ക് ഒരു മനുഷ്യ വന്നോട്ടിട്ട് ചിക്കമംഗ്ലൂർ ഒരു മനുഷ്യ അക്മൽ ചൊല്ലങ്കത്തെ പേരായിട്ടിക്കറ്. ആ മനുഷ്യ ഒരു നാൾ റിക്ഷയിൽ വന്നിട്ട് ഞങ്ങൾ റായത്തിൽ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടുണ്ടു. നിസ്കരിച്ചിട്ട് അയാൾ ഔത്തുക്ക് പോയിട്ട് ഞങ്ങളെ പള്ളിയിൽ ചൊന്തു അക്മൽ ചൊല്ലങ്കത്തെ ഒരു ചെറിയ ഒരു മനുഷ്യ
പള്ളി ഒരു കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്, അയാൾക്ക് ഇവിടെ നിൽക്കുക അവത്തുകൊണ്ട് അയാൾ ഔത്തുക്ക് പോയിട്ട് എല്ലാം അയാളെ നോക്കി പറ ചെന്നിട്ടു ഞങ്ങളെ പള്ളിയിൽ ബിസിയാക്കിയ. അങ്ങനെ ആ മനുഷ്യരെ നോക്കുക പോയാൽ ഒരു നോർമലി ആയിട്ട് വന്നെങ്കിൽ ഒരു മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ കുർസുൽ നിസ്കരിച്ചുകൊണ്ടിരുന്ന മാത്രം ഞാൻ അത്രേ ഗമനിച്ചിട്ടിന്ന്. അങ്ങനെ എല്ലാവരും ഞങ്ങൾ പോയിട്ട് ആ മനുഷ്യരെ നോക്കിയ റിക്ഷയിലായിട്ട് ചിಕ್ಕಮಂಗ್ಳೂರೇ കൊക്കടുത്തേക്ക് ആ മനുഷ്യ ಬಂದರೆ ഒരു ಕಲೆಕ್ಷನ್ಗೆ ഒരു ರೋಗಿಯಾಯಂಗತೆ ഒരു ಮನುಷ್ಯ ಎಲ್ಲ ಹಾಸ್ಪಿಟಲ್ ಕರೆಸಿಗೆ ഒരു ಕಲೆಕ್ಷನ್ಗೆ ಎಲ್ಲ ಬಂದಿಟ್ಟು ಅಲ್ಲಿಗೆಲ್ಲ ಸ್ಟೋರಿ ಹಾಕಿದ್ದು ಬಿಸಿ ಹಾಕಿತ್ತು ಅಲ್ಲ ರೋಗ ಎಲ್ಲ ಡಯಾಲಿಸಿಸ್ ಜಂತು. ಆ ಡಯಾಲಿಸಿಸ್ ನಂಗೆ ಹಕ್ಕಾയിട്ട് ನನಗೆ ಡಯಾಲಿಸಿಸ್ ಒಂದೆಂಗೆ ಅಂದ್ರೆ ಆ ಟೈಮ್ ತೊಲ್ ನನಗೆ ಗೊತ್ತಿಲ್ಲ. ഒരു 5 years ಬ್ಯಾಕ್ ನನಗೆ ಡಯಾಲಿಸಿಸ್ ಒಂದೆಂಗೆ ಕಿಡ್ನಿ ಸಂಬಂಧമായ ರೋಗ ಚೊಂದು ನನಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ. അങ്ങനെ ഡയാലിസിസ് ചൊന്തു കൈ കാട്ടിത്ത് കൈയുടെ ചോരെടുത്ത് ജാഗെല്ലാം കാട്ടിത്ത് എല്ലാം നോക്കിയിട്ട് അതിൽ ഷർട്ട് മാറ്റി കാട്ടുമ്പോൾ അതിൽ ഊടെ ഒരു ഗേറ്റ് പോൾ വെച്ചിട്ടുണ്ട്. ഈ തൊണ്ടയുടെ ഭാഗത്തിൽ ഒരു ഗേറ്റ് പോൾ വെച്ചിട്ടുണ്ട്. എന്തേ ನಾನು കേട്ടപ്പോൾ അതിൽ ചൊന്തു എല്ലാ ജാഗയിൽ പൈപ്പ് കുത്തിയാറ് ചോര എടുത്താറ്, ചോര ಬಂದುಂಟಿಲ್ಲ. ഈ ഒരു പൈപ്പ് മാത്രം ലാസ്റ്റ് ഓപ്ഷൻ ഊടെ വെച്ചിട്ടായിട്ട് അതിൽ ചോര എടുത്തിട്ട് മിഷനിಗೆ ഇട്ടിട്ട് ഫിൽറ്റർ ആക്കിയിട്ട് റിട്ടേൺ അതിലെ ബോഡിക്ക് കടത്തിയിട്ട് അതിൽ ചോര അതിലെ ബ്ലഡിൻ്റെ മൂത്രാംശത്തെ പുറത്തെടുക്കുന്നതായിട്ട് ഡയാലിസിസ് ചെന്നിട്ടു. ആ ടൈമിലായിട്ട് ನಂಗೆ ಗೊತ್ತಿಲ್ಲ. ഇങ്ങനത്തെയുള്ള പേഷ്യൻസ്മാർ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യവും ആഫിയത്തും എല്ലാം സന്തോഷവും സമാധാനവും ഹൈറും ബർക്കത്ത് അള്ളാഹു ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെന്ത് ഞങ്ങൾ അള്ളാഹുടെ മുന്നിലോ ഒരു നല്ല അടിമയായിട്ട് പോകണമെങ്കിൽ ഞങ്ങൾക്ക് സാധ്യയില്ലേ. ഒരു ചേഞ്ച് ഞങ്ങൾക്ക് എടുത്ത് വരണ്ടേ. റിവൈവ് ക്യാമ്പുಗೆ ഔത്തങ്ങ ആട്ടി കിടത്തിരറ്, ഔത്തങ്ങ ബൊಬ್ಬയിട്ട് കിടത്തിരറ്. ഓക്കെ നിങ്ങൾ ಬಂದರೆ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ആ ഉമ്മ കടത്തിയേക്കെങ്കിലും ഒരു മര്യാദ വെക്കണ്ടേ. ഉമ്മ നിങ്ങൾ കടത്തിയതൊക്കെ ഒരു പ്രയോജനം ഇತ್ತು. ഉമ്മ ഞാൻ ഏറ്റെടുത്ത ഉമ്മ ഇനിയെങ്കിലും ഞാൻ നല്ല തെരുളു പോണുന്ന പ്രയത്നിക്കട ഉമ്മ ಅದಕ್ಕೆ ಬೇನಾയിട്ട് ನಡುಕಡ ഉമ്മ ചൊല്ലങ്കത്തെ തീരുമാനത്തിಗೆ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾ ഭരണോ അതായിട്ടിരിക്കുന്നത് ഞങ്ങളെ ഉമ്മമാരെ ആഗ്രഹ, അതായിട്ടിരിക്കുന്നത് ഞങ്ങളെ അപ്പന്മാരെ ആഗ്രഹ. എല്ലാം ത്യാഗം സഹിച്ചിട്ട് എല്ലാം നൊമ്പല സഹിച്ചിട്ട് എല്ലാത്ത മേൽ ക്ഷമ എടുത്തുകൊണ്ടിട്ട് ഞങ്ങൾ കേട്ടതുക്കും എല്ലാത്തുക്കും ഓക്കെ ചെന്നിട്ടു ഞങ്ങൾക്ക് ഞങ്ങളെ അബ്ബ ഞങ്ങളെ ഉമ്മ ഞങ്ങളെ പിരിസത്തിൽ ബൽത്തിട്ട് ഞങ്ങൾക്ക് എല്ലാ സൗകര്യത്തെ തന്നരെ ആ അബ്ബ ഉമ്മ ഞങ്ങളിട്ടിಗೆ അക്സെപ്റ്റ് ആക്കടെ. ഒരു നല്ല സ്വഭാവത്തെ മാത്രമായിട്ടിക്കരെ നൻ്റെ മോൻ 5 വക്ത നിസ്കരിക്കണോ, പള്ളിക്ക് പോകണോ, ദീനിയായ കാര്യത്തിൽ നൻ്റെ മോണോ നല്ല രീതിയിൽ മുന്നോട്ട് പോകണോ ചൊല്ലങ്കത്തെ ഒരാഗ്രഹ എല്ലാ അബ്ബ ഉമ്മമാരെ മനസ്സിലുണ്ടോ? ആ ആഗ്രഹത്തെ ഫുൾഫിൽ ആക്കിടങ്കത്തെ മക്കായിട്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾ ബലിയാവണോ, ഞങ്ങളെ അബ്ബ ഉമ്മക്ക് ಖುಷಿಯಾവണോ, ഞങ്ങൾ മറിച്ചണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ഇമാമത്ത് ഞങ്ങളെ മക്ക നിൽക്കുന്നത് ചൊല്ലങ്കത്തെ സന്തോഷ ആ അബ്ബടെയും ഉമ്മടെയും മനസ്സിൽ ഈ അങ്ങനെ മനസ്സിൽ പറഞ്ഞുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ഈ നാൾ ഈ ജാവു നാൾ ഈ ഒരു സമയത്തിൽ ഇവിടെ സാക്ഷിയായ നിങ്ങൾ എല്ലാവരും നിങ്ങൾ തീരുമാനം എടുക്കണോ. നൻ്റെ അബ്ബ ആഗ്രഹിച്ചങ്കത്തെ മോനായിട്ട് നക്ക് ജീവനാക്കണോ, നൻ്റെ ഉമ്മ ആഗ്രഹിച്ചങ്കത്തെ നല്ല സ്വഭാവത്തെ ഒരു ബാലക്കാരായിട്ട് നക്ക് നൻ്റെ രായത്തിൽ ജീവിക്കണോ, നൻ്റെ ഉമ്മക്ക് പിരിസത്തെ മോനായിട്ട് നക്കിക്കണോ ചൊല്ലങ്കത്തെ തീരുമാനത്തിಗೆ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ നിങ്ങളെല്ലാവരും പറഞ്ഞോ. അതായിട്ടിക്കറ് റിവൈവ് ക്യാമ്പ് മുഖാന്തര നിങ്ങൾക്ക് തരണുള്ള സന്ദേശ ഇൻഷാ അല്ലാ ലക്ഷക്കണക്കിന് രൂപ ಖರ್ಚಾക്കിയിട്ട് നിങ്ങളെല്ലാവരും ഇൻ്റെ കൂടെ ഒരുമിച്ച് കൂട്ടിരണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ ഒരേ ഒരു വിഷയ ചൊല്ലകായിട്ടിക്കറ് ആ വിഷയ നിങ്ങളെ റബ്ബുകോ ഒരു നല്ല വ്യക്തിയായിട്ട് നല്ല ഒരു അടിമയായിട്ട് നിങ്ങൾ ജീവിക്കുക ചൊല്ലങ്കത്തെ ഒരു തീരുമാനത്തെ നിങ്ങൾ എല്ലാവരും എൻ്റെ ഒട്ടിಗೆ ആക്കുക. ഇൻഷാ അല്ലാ ആക്കല്ലേ നിങ്ങൾ ജാവുകോ ಮಂದಿ ತಿನ್ನಗು പോണ്ടല്ലേ ಪರ್ತಗೆ ಚಂಗಾಯಿಮಾರೊಟ್ಟಿಗೆ പോണ്ടല്ലേ പോവാത്തങ്ങ ഉള്ളരാ ആരെങ്കെ ഉള്ളരാ ജാവുകു ചങ്ങായിമാരൊಟ್ಟಿಗೆ ಮಂದಿ ತಿನ್ನಗು പോവാത്തങ്ങ ആരെങ്ക ഉള്ളരാ ജാവുകു മൊബൈൽ ഒത്താത്തങ്ങ ആരെങ്ക ഉള്ളരാ ജാവു സമയത്തിൽ മൊബൈൽ ഒത്താത്തങ്ങ ഉള്ളരാ നിങ്ങൾ കയ്യെത്തുവറ് നന്റെ ഡോങ്കി ആക്കിയോണ്ട് നിങ്ങളുടെ കൊയ്യെത്തുവറ് നക്ക് വലിയ വിഷയമല്ല. നിങ്ങൾ നന്റെ ഡോങ്കി ആക്കിയോണ്ടില്ലല്ല നിങ്ങളെ റബ്ബുരൊട്ടിಗೆ നിങ്ങൾ ഒരു കളവ് ചൊന്നുകൊണ്ട് നിങ്ങൾ റബ്ബുടെ ഡോങ്കി ആക്കിയോണ്ടില്ല ചൊല്ലങ്കത്തെ ഒരു ചിന്ത എപ്പം വേണോ ഇല്ലേ ആരെങ്കിലും ആൽച്ചനാക്കിട ನಾನು ಮೆಸೇಜ್ ಹಾಕಿಡೆ ഒരു ടൈം 5 മിനിറ്റ് ഷോർട്ട് ആക്കിയിട്ട് അല്ലാഹു ನಾನು ಜಾವು ಸುಜೂದ್ ಹಾಕಿಡೆ ಚೊಲ್ಲಂಕತೆ ഒരു തീരുമാനം ആരുടെങ്കിലും മനസ്സിൽ ಬಂದರಾ ಪ್ರಯತ್ನ ಹಾಕಿರರಾ ಜಾವು ನಿಸ್ಕರಿಕೋಗಾರ ಪ್ರಯತ್ನ ಹಾಕಿರರಾ
ഖിയാമുല്ലയിൽ നിസ്കരിച്ചിരടാ, നിസ്കരിക്കോ പ്രയത്ന ആക്കിരടാ. ഇല്ലാണ്ട് കണ്ടെങ്കിൽ നാളത്തെ നാൾ അല്ല ഇനിയുള്ള നാൾ ഇൻഷാ അല്ലാ നക്ക് ജാവുകു ഒരു വാർത്തയിൽ ഓർക്കായെങ്കിലും നിസ്കരിക്കണു ചൊല്ലെങ്കത്തെ ഒരു മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഇൻഷാ അല്ലാ ഇല്ലേ? നിങ്ങളെ ഉമ്മ കേൾക്കണു നീ ചേഞ്ച് ആയല്ലാണ്ട് നിന്റെ ലൈഫിൽ ഇത്രയുള്ള ചേഞ്ച് ಬಂತಾ ചൊന്ന് നിങ്ങളെ ഉമ്മ കേൾക്കണു. ആ ഉമ്മക്ക് ಖುಷಿಯಾവണു എന്തായിട്ടാ? ആ ഉമ്മക്ക് ಖುಷಿಯಾവണു. നിങ്ങളെ റബ്ബുരട്ടിಗೆ നിങ്ങൾ കേൾക്കണോ? റബ്ബ് തരാത്തത് എന്തുമില്ല ചൊന്നിട്ട് അള്ളാഹു ഖുർആനിൽ ചൊന്നരാ. അതുകൊണ്ടിട്ടോ റിവൈവ് ക്യാമ്പുടെ ഒരു വലിയ സന്ദേശം നിങ്ങളെ മുന്നല്ല വെച്ചിര. ഇൻഷാ അല്ലാ എല്ലാവരും സ്വീകരിക്കല്ലേ? സ്വീകരിക്കല്ലേ? ജാവത്തുക്ക് ഒരു നിസ്കാരമുണ്ട്, ഖിയാമുല്ലയിൽ നിസ്കാര. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഒരു കുസാല ചൊല്ലല്ല, തമാശക്ക് ചൊല്ലല്ല, ഒരുപാട് ചേഞ്ചസ് ഇൻഷാ അല്ലാ. നെക്സ്റ്റ് റിവൈവ് ക്യാമ്പ് അള്ളാഹു ആയുസും ആഫിയത്തും ആരോഗ്യം തന്നെങ്കിൽ നെക്സ്റ്റ് റിവൈവ് ക്യാമ്പിൽ നിങ്ങൾ ചൊല്ലറോ ജാവ് നിസ്കരിച്ചതിന്റെ പ്രതിഫല ನಾನು ഒരുപാട് അനുഭവിച്ചിര ചൊല്ലങ്കത്തെ അനുഭവ നിങ്ങൾ ഇൻഷാ അല്ലാ ഷെയർ ആക്കണം. ആക്കില്ലേ? ദൃഢമായിട്ട് എടുക്കറോ. നിങ്ങളെ മനസ്സിനെ നിങ്ങളായിട്ട് കൺട്രോൾ ആക്കേണ്ടേ. നിങ്ങളെ മനസ്സിനെ കൺട്രോൾ ആക്കേണ്ടത് വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും റീൽസും അതല്ലെങ്കിൽ ഷോർട്സ് വീഡിയോസ് അല്ല. നിങ്ങളെ മനസ്സിനെ കൺട്രോൾ ആക്കണേ. നിങ്ങളായിട്ട് എടുക്കണോ ഇണ്ടത്തെ തീരുമാന. നന്റെ ജാവಲು ನಾನೊരു 10 മിനിറ്റ് ನನ್ನ ರಬ್ಬಗೆ ನಿಸ್ಕರಿಕೋಬೇನಾಯಿಟ್ಟೆ ನಾನು ಬೈಕ್ಡೆ ಚೊಲ್ಲಂಕತ್ತೆ ತೀರ್ಮಾನತೆಗೆ ಎಲ್ಲ ನನ್ನ ಚಂಗಾಯಿಮಾರ ಬರ್ನೋ ಇನ್ಶಾ ಅಲ್ಲಾ. അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ ഉദ്ദേശ അള്ളാഹു സക്സസ് ആക്കട്ടെ. അള്ളാഹു ಅದಕ್ಕೆ തക്കതായ പ്രതിഫല തരട്ടെ. ഒരു നല്ല ഒരു ദുനിയാവ് അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ മുന്നോട്ട് ബൈക്കട്ടെ. ഈ ഒരു സംഗമത്തുക വേനായിട്ട് ആത്മാർത്ഥമായിട്ട് പല പല തരത്തിലുള്ള ഉദ്ദേശം വെച്ചിട്ട് സഹായിച്ചങ്കത്തെ നൂറുകണക്കിന് സഹോദരന്മാരുള്ളവരെ പല ഉദ്ദേശങ്ങളെ മനസ്സിലുണ്ട്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ. അങ്ങനെ ഉദ്ദേശ യന്ത്രം ഉണ്ടാ അള്ളാഹുവേ നീ അത് ഫുൾഫിൽ ആക്കു റബ്ബേ. അങ്ങക്ക് ഹലാലായ രൂപത്തില് അതിന്റെ പ്രതിഫല നീ തിരിച്ചു കൊടു റബ്ബേ. ഈ സംഘടന ഇതുക്ക് പേനായിട്ട് പ്രവർത്തിച്ചങ്കത്തെ നൂറുകണക്കിന് സഹോദരന്മാർ എന്റെ ഖബറിലുള്ളവരെ അവന്റെ 6 അടി മണ്ണിലുള്ളവരെ ബർസഖി ജീവിതത്തിലുള്ളവരെ അള്ളാഹുവേ ഈ സംഘടനക്ക് പേനായിട്ട് പ്രവർത്തിച്ചങ്കത്തെ നൂറുകണക്കിന് സഹോദരന്മാർ അങ്ങ് ബർസഖി ജീവിതത്തിലുള്ളെങ്കിൽ അള്ളാഹുവേ അങ്ങനെ ബർസഖി ജീവിത വെളിച്ചമാക്കു റഹ്മാനെ. അങ്ങലെയും ഞങ്ങളെയും ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസുൽ ജന്നാത്തുൻ നഈമുൽ ഒന്നിച്ച് അവിടെ ആ സ്വർഗത്തില് സന്തോഷമായ ജീവിതം നയിക്കുക അള്ളാഹുവേ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യത്താ റഹ്മാനെ. അള്ളാഹുവേ ഈ ക്യാമ്പുടെ നാളെ വിരമിച്ചു പോകുമ്പോ നല്ല ഒരു മനസ്സിന്റെ ഉടമയായിട്ട് അള്ളാഹുവേ നീ ഞങ്ങളെ സൃഷ്ടിക്കണേ റഹ്മാനെ. എങ്ങനെ ഒരു ഉമ്മ ഒരു കിടാവുക്ക് ജന്മം കൊടുത്തിട്ടോ ആ കിടാവ് എങ്ങനെ ശുഭ്രമായ പ്രകാശത്തിലെ ശുഭ്രമായ അന്തരീക്ഷത്തിലെ ആ കിടാവ് ജീവിക്കട അതുപോലെ ജീവിക്കുകയോ ഇന്നത്തെ പിന്നത്തുള്ള ജീവിതത്തെ നീ ഞങ്ങൾക്ക് സമ്മാനിക്കു റഹ്മാനെ. നല്ല ഒരു ജീവിതം നയിക്കുകയോ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് താ അല്ലാ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.